നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു ജിമിനിൻ്റെ ഒക്കെ ഒരു ലോഗോ പോലെ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒത്തിരിയല്ല, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു തരാനും, അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒക്കെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചുരുക്കി എന്താണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ജിമിനിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ലോഗോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളൊരു വീഡിയോ എടുക്കുക. യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റുകൾ ഇത് വരും. ഇതിപ്പോൾ വന്നിട്ട് കുറഞ്ഞ ദിവസങ്ങൾ, ഒരു മാസത്തെ ആവണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലോഗോ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇത് ഏകദേശം ചെറിയൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 8 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെ ഒക്കെ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ എഴുതി കൊടുത്താൽ മതി. അതായത് ഇതുപോലെ നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറയാമോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറയാമോ എന്ന് പറഞ്ഞ് ഞാൻ സെൻഡ് ചെയ്യാം. അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് അതിൻ്റെ മറുപടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഓരോ ടൈം ലൈൻ വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അതായത് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഈ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ചോദ്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബാറ്ററി നിങ്ങൾ ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചോദിച്ച സമയത്ത് ബാറ്ററി ചാർജിങ് എപ്പോൾ നിർത്തണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ചാർജർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ത്, അതുപോലെ തന്നെ ചാർജിങ് ചെയ്യുന്നതിന് മുമ്പ് എന്ത്, അങ്ങനെ ഒരു 3-2 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വരും. എന്നിട്ട് ഏതെങ്കിലും ഒന്നിപ്പോൾ താൽക്കാലികം ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈയും കൂടിയും ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം കിട്ടുന്നതായിരിക്കും. ഓരോ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കിട്ടും. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ആക്കി തരണം. ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ. ഓക്കെ, സെൻഡ് ചെയ്തിട്ടുണ്ട്. നേരെ തിരിച്ചുമാക്കാം. അതായത് ഇംഗ്ലീഷിലുള്ളത് ഏത് ഭാഷയിലാണോ അതൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതുപോലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ